പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോമഡി സൂപ്പർ നൈറ്റ് ന്യൂ ഇയർ ബ്ലാസ്റ്റിൽ കോമഡിയായി, പാട്ടായി, ഇനി എന്താ വേണ്ടത്? ഇനി ഒരു സൂപ്പർ ഡാൻസ്. യെസ്, ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ സ്വാഗതം ചെയ്യാം? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വീണ്ടും ഉപദ്രവിക്കരുത്. എങ്ങനെയെങ്കിലും പ്രേക്ഷകർ ഇരുന്നോട്ടെ, ശ്രമിക്കണം. വേറൊന്നുമല്ല, ഇത് നല്ലൊരു നർത്തകിയാണ്, അതുകൊണ്ട് കളിയാക്കിയതല്ല, ഇത് വെറുതെ തമാശക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ആ താരത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഏതാണ് ഡാൻസും അതുപോലെ തന്നെ ആക്ടിങ്, എന്തിനും എന്തിനും ഒരുപടി മുന്നിൽ നിൽക്കുന്ന പാർവതി നമ്പ്യാർ. आतिल है नजर एक माह जबी एक नूर नगी रब की रुबाई क्या है तबाही गर्दन जुराही बोली इलाही अफरान जलेबी माशूक फरेबी खायल है तेरा दीवाना भैया भैया बंदूक दिखा के क्या प्यार करेगी चेहरा भी कभी दिखाना भैया भैया अफगान जलेबी माशूक फरेबी खायल है तेरा दीवाना भैया भैया बंदूक दिखा दिखा के क्या प्यार करेगी चेहरा भी कभी दिखाना भैया भैया എന്നിട്ട് ഞാനിവിടെ പാർവതി നമ്പ്യാർ വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്വാഗതം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്ത് ഡാൻസ് ആയിരുന്നത്? അതൊരു ഉള്ളിൽ നിന്നൊക്കെ ഇളകി വരുന്ന ഒരു ഡാൻസ്, അറബിക് എന്നൊക്കെ പറയാം. കണ്ടപ്പോ തോന്നിയോ? അമ്മ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേറെ എന്താണെങ്കിൽ കുഴപ്പമില്ല, പാട്ട് ഇങ്ങോട്ട് കേട്ട എന്ത് ഡാൻസ് ഒന്നും അറിയില്ല, അവളെ ഇങ്ങോട്ട് കളിച്ചോളും. അതാണ് വേണ്ടത്. പിന്നെ അന്ന് വന്നപ്പോ സിഗരറ്റ് പാൻസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഒരു പയ്യന്മാരുടെ ലുക്കായിരുന്നു. ഞാൻ ഒന്ന് മാറാന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഇത് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഇതിലൊക്കെ മാറി, വേഷത്തിൽ മാറി, പക്ഷെ സ്വഭാവം ഇപ്പോഴും ആണിന്റേത് തന്നെ. അത് മാറ്റണ്ട. കാര്യം എന്താണെന്ന് അറിയാം, ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ടെന്നുള്ളതാണ്. അത് ആ എഴുത്തിൽ തന്നെ നിങ്ങളത് നോക്കിയാൽ മതി. വിമൻ എന്നെഴുതുമ്പോ അതിലുണ്ട് മെൻ, അതിൽ ഹീ ഉണ്ട്, പിന്നെ ഫീമെയിൽ അതിലും ഉണ്ട് മെയില്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ തെളിയിച്ചോണ്ടേ. യെസ്. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ. പുതിയ സിനിമ എന്ന് പറയണെങ്കിൽ ഈ ഒരു 2016 നല്ലൊരു വർഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു ഡ്രീം
എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എന്നെ തേടി വരുന്നുണ്ട്. ദൈവമേ, എന്തായാലും അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഇല്ല അത് പക്ഷെ എന്തായാലും അത് വന്നു ചേരും. കാര്യം ന്യൂ ഇയർ ആ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും ദൈവം അങ്ങ് ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. അത്ര രീതിയിൽ ഗംഭീരമായിട്ട് ആ പ്രോജക്റ്റ് കയ്യിൽ വന്ന് ചേരട്ടെ. അതിന് എല്ലാവിധ വിജയഭാവങ്ങളും നേരുകയാണ്. അപ്പൊ എന്താ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തെങ്കിലും? ചിലരിങ്ങനെ തടി കൂട്ടും, തടി കുറയ്ക്കും. ഉദ്ദേശിച്ച് മാത്രം ചോദിച്ച ചോദ്യമാ, എനിക്കറിയാം. മനസ്സിലാക്കി കളഞ്ഞു. എന്നാ ഇനി പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ ഇത് കറക്റ്റ് ഇതായിരുന്നു. ഇനിയിപ്പോ കുറയുന്നു അതോ കൂട്ടാൻ പോകുന്നു? കുറയുന്നു. ദൈവമേ, പറയാൻ പോവാണ്. അതിനെന്താ ചെയ്യുന്നത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാവും. അതിന് വേറെ ഒന്നുമല്ല. അശ്വതി കുറയ്ക്കണമെന്നല്ലേ പറയാൻ വരുന്നത്. അശ്വതി ഉച്ചക്കൊക്കെ ഇവിടുന്ന് കഴിക്കുന്നത് ഞാൻ ലൈവ് കാണുന്നവനാണ്. അപ്പൊ അത് അശ്വതി കഴിക്കുന്ന രീതിയിൽ കഴിക്കരുത്. പക്ഷെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അശ്വതി കഴിച്ചാലും ഉണ്ടല്ലോ കറക്റ്റ് ബോഡി എപ്പോഴും മതി ചേട്ടാ, മതി. നിറഞ്ഞു സന്തോഷമായി. 2 ദിവസത്തേക്കൊന്നും കഴിക്കണ്ട. ഭക്ഷണം കുറയ്ക്കുക, വർക്ക്ഔട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്ക് നല്ലോണം ചെയ്യണം, മെനക്കെടണം. പാർവതി നമ്പ്യാർ വന്നതുകൊണ്ട് തന്നെ ഇനി രസക്കാഴ്ചകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അശ്വതി റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഞാൻ പറ്റിയൊരു ഇരയെ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം അല്ലേ? ഓക്കെ, പെട്ടെന്ന് തന്നെ റെഡി. പാർവതി, ആദ്യത്തെ ചോദ്യമാണ്. മുട്ടയിടാത്തൊരു കിളി ഏതാണ്? ബസ്സിലെ കിളി. ബസ്സിലെ കിളി. അപ്പൊ കുട്ടി വേറെ റേഞ്ച് ആണ്. ഇന്റലക്ച്വൽ ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ഇന്റലക്ച്വൽ ചോദ്യം കേട്ടോളൂ. ഞെട്ടിച്ചറിയാ, ഞെട്ടിച്ച്. ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ കുത്തു നടക്കുന്ന സ്ഥലം ഏതാണ്? അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ കുത്ത് നടക്കുന്ന സ്ഥലം. അത് എന്ത് കുത്താന്നൊന്നും പറയില്ല. കുത്ത് കത്തിക്കുത്ത്. ആ കുത്തല്ലേ കത്തിക്കുത്ത്? ഇതിലെന്തോ കൊലിഷ്ടമുണ്ട്. അത് എന്ത് കുത്താണ്? കുത്തുന്നതാണോ? അത് കൂത്തല്ലേ കുട്ടി, ഇതല്ല കുത്ത്. ഡപ്പൻ കുത്ത്. ഡപ്പാൻ കുത്താണ്. ആ കുത്തല്ല. എന്തായാലും വാട്സാപ്പ് കുത്ത്. മൊബൈൽ ഏറ്റവും കൂടുതൽ കുത്ത് നടക്കുന്നത് മൊബൈൽ ഫോൺ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഒരു കാറിൽ യാത്ര ചെയ്യാണ്. പഴയ കണക്കിന്റെ ക്ലാസ്സിലേക്കൊക്കെ പോവാം. എയും ബിയും ഒരു കാറിൽ യാത്ര ചെയ്യാണ്. എയുടെ മകനാണ് ബി. പക്ഷെ ബിയുടെ അച്ഛനല്ല എ പിന്നെ ആരാണ്? ഞാനല്ല. ക്വസ്റ്റ്യൻ എന്താണ്? എയും ബിയും ഒരു കാറിൽ യാത്ര ചെയ്യാണ്. എയുടെ മകനാണ് ബി. ബിയുടെ അച്ഛനല്ല എ പിന്നെ ആരാണ്? എന്താണ്? ഒന്ന് ചോദിച്ചതിന്റെ പാട് എനിക്കറിയാം. അല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഉത്തരം ക്ലിയർ അല്ല. ചോദ്യം ക്ലിയർ അല്ല. പിന്നെ എങ്ങനെ ഉത്തരം പറയും? ഇത് ചില പിള്ളേർ ഇങ്ങനെ ആലോചിക്കാൻ സമയം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് ചോദിച്ചോണ്ടിരിക്കും. എയും ബി ഒരു കാറിൽ യാത്ര ചെയ്യാണ്. എയുടെ മകനാണ് ബി. ഓക്കെ. പക്ഷെ ബിയുടെ അച്ഛനല്ല എ. അങ്ങനെ അപ്പൊ അളിയൻ മകനല്ലേ ബി? എയുടെ മകനാണ് അമ്മാണ്. ഞാൻ തെറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. കറക്റ്റ് അളിയൻ പറഞ്ഞു. അതെ, ആളെ അയ്യോ, ഇതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ. ചോദ്യം അങ്ങോട്ട് പറ വെച്ചാ അങ്ങോട്ട്. ചോദ്യമില്ല. ആകെ പ്രശ്നമാവല്ലോ. ചോദ്യം ചോദിക്കേ. എല്ലാവരും ആദരിക്കുന്ന പട്ടി ഏതാണ്? ആദരിക്കുന്ന പട്ടി നമുക്ക് ഞാൻ ആൻസർ പറഞ്ഞില്ല. അങ്ങേക്ക് പ്രണാമം. ചേട്ടാ ചുമ്മാ ഇരിക്കാം. പക്ഷെ ഇതിന്റെ ആൻസർ എനിക്ക് അറിഞ്ഞൂടാ. ആൻസർ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് കൂടി ആലോചിക്കാം. എല്ലാവരും ആദരിക്കുന്ന പട്ടി. ഞാനും കൂടെ ആലോചിക്കാം. എല്ലാരും ആദരിക്കുന്ന പട്ടി അറിയത്തില്ല. ഞാനിങ്ങനെ തൊഴുതത് എല്ലാവരും ആദരിക്കുന്ന പട്ടി. ഞാൻ തൊഴുതത് വളരെ കറക്റ്റാണ്. ബഹുമാന്യനായ ആദരണീയനായ അശ്വതി. അടുത്ത ചോദ്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ റെസൊല്യൂഷൻ എടുക്കാൻ പോയി. ഞാൻ ചോദ്യം ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ഞാൻ നിങ്ങളെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടല്ലോ.
അപ്പോ എനിക്ക് തോന്നുന്നു പാർവതിക്ക് അളിയന് പറ്റിയ ഒരു ഡബ് സ്മാഷ് തന്നെ നമ്മൾ ചെയ്യും. അതിവിടെ ഗംഭീരമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമല്ല. കാരണം എനിക്കറിയാം പാർവതി നമ്പ്യാരുടെ കഴിവ്. റേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. അത് ശരിക്കും എൻ്റെ കലാജീവിതത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള വലിയൊരു വാതിൽ തുറന്നു തന്ന ചിത്രവും കൂടിയാണ് രാജമാണിക്യം. രാജമാണിക്യം എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സീൻ മമ്മൂക്ക അവതരിപ്പിച്ച് ഞെട്ടിച്ച ആ കഥാപാത്രം താങ്കൾ ഇവിടെ അവതരിപ്പിക്കും. ബെല്ലാരി രാജ അല്ലടേ, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലുകളൂരാൻ വന്ന രാജ. എന്തൊരു ഡായ് 6 പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിയിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്റെ മുടാഞ്ചാലുണ്ടല്ലോ പലാറ്റി നൂറ്റളം കേട്ടാ. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവര ജംഗമോ എല്ലാം. സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു. ഇനി ഇവിടെ നടക്കുന്ന ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ കാണണ്ടേ? മാത്രമല്ല നമ്മുടെ 150ാമത്തെ എപ്പിസോഡും കൂടെയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ഇതാ അവിടെ കുറച്ചു നേരം ഇരിക്കാം പ്ലീസ്. അല്ല, ഇത് മമ്മൂട്ടി ആയിട്ട് പോകല്ലേ, പാർവതി നമ്പൂരി ആയിട്ട് പോയ എന്നോട് ക്ഷമിയും. കോമഡി സൂപ്പർ നൈറ്റ് ന്യൂ ഇയർ ബ്ലാസ്റ്റിനെ മോടി കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇനിയും താരങ്ങൾ എത്തിയിട്ടുണ്ട്. ആ യുവ താരങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ആരൊക്കെയാണ്? മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയ 2 പിന്നണി ഗായകരാണ് ഇനി വരാൻ പോകുന്നത്. മറ്റാരുമല്ല, അരുൺ ഗോപൻ ആൻഡ് അഞ്ജു ജോസഫ്. വെൽക്കം. Ole ole oh, ole ole oh, ole ole oh. എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. come on. Ole ole oh, ole ole oh, mukkala mukkapula lela, oh lela, mukkapula sakkamala lela, oh lela. லவ்வுக்கு காவலா பதில் நீ சொல்லு காதலா, பொல்லாத பாவலா சிந்துர பூவிலா, உள்ளங்களை வீசும் மண்ணிலா. ole oh, mukkala mukkapula lela, oh lela, mukkapula sakkamala lela, oh lela. ഇവരായിട്ട് എല്ലാവരും ഉറങ്ങിയിരിക്കണോ? ഒന്ന് നന്നായിട്ട് ക്ലാപ്പ് ചെയ്തേ. come on. ஜூராசிக் பார்க்கில் என்று சுகமான ஜோடிகள் ஜாஸ் மியூசிக் பாடி வருது. பிக்காசோ ஓவியம்தான் புரியாமல் என்னோடு டெக்சாஸில் நாடி வருது. கௌபாயின் கண்பட்டதும் பிளே பாயின் கைப்பட்டதும் ஒன்றான சிக்ஸ் ஆனது ஒன்றாக மிக்ஸ் ஆனது. ஜாஸ் மியூசிக் பெண்ணானது ஸ்ட்ராபெரி கண்ணானது லவ் ஸ்டோரி கொண்டாடுது திங்கை தள்ளானது. நம் கடல் யாருமே எழுதாத பாடல. ole oh, kala mukkapula lela, oh lela, mukkapula sakkamala lela, oh lela. One, two, three. துப்பாக்கி தூக்கி வந்து குறிவைத்து தாக்கினால் தோட்டாவில் காதல் விடுமா? செம்மீன்கள் வீசுகின்ற வலை கொண்டு வீசின பெண்மீன்கள்
சந்தோஷம் என்றுமே சலிக்காத பாடலா Ole ole oh ole ole oh ole ole oh ஊரர உயரர ஊரர உயரர ஊரர உயரர ஊரர உயர ஊரர உயரர ஊரர உயர ஊரர உயரர ஊரர உயரர ole ole oh കോമഡി സൂപ്പർ നൈറ്റിന്റെ ന്യൂ ഇയർ ബ്ലാസ്റ്റിലേക്ക് ഇവിടെ വന്ന നമ്മുടെ ഹൃദയം നിറഞ്ഞ എല്ലാ കലാകാരന്മാരെയും കലാകാരിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരണം ദീദി, വരൂ. എല്ലാവരും എത്തിയല്ലോ, വളരെയധികം സന്തോഷം. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞതാണ്, ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 150ാമത് എപ്പിസോഡാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിന്റെ താങ്ക് യു. അതിനെ ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചതിന് എല്ലാ പ്രേക്ഷകരോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ആ ന്യൂ ഇയറിനെ സ്വാഗതം ചെയ്യാൻ കുറച്ച് നിമിഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ 2015 നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. 2016 ദീദി എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം എന്തൊക്കെയാണ്? നോ തീരുമാനം, നോ റെസൊല്യൂഷൻ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. പറയൂ. ലീലയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അത് 2016 കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായി മാറട്ടെ കലാജീവിതത്തിൽ. ഓക്കെ, പറയൂ സ്റ്റീഫൻ ദേവസ്യ. ഞാൻ വലിയ തീരുമാനം എടുത്തില്ല, പക്ഷെ എനിക്കൊരു ആഗ്രഹം, എന്റെ പ്രാക്ടീസിന് സമയം കൂട്ടണം. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും സംഗീതത്തിലേക്ക് ആഴ്ന്ന് ഊളിയിടാനായി സമയം വേണം. അതിന് സ്റ്റേജ് ഷോ കുറയ്ക്കുകയാണോ? ഇല്ല, കുറക്കില്ല. സാധാരണ വീട്ടിൽ കൂട്ടിക്കൊണ്ട് ഇതിലും കൂട്ടും. അത് വീട്ടിൽ ചെന്ന കിടന്ന് ഉറങ്ങാണ് പതിവ്. ഇപ്പൊ അത് ഒഴിവാക്കണം. നല്ല തീരുമാനം. അങ്ങനെ ഉഴപ്പന്മാരെല്ലാം ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ്. പറയൂ, റോമിൽ നിന്ന് വന്ന ആളല്ല, നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നാട്ടുകാരി, നമ്മുടെ മലയാളി കുട്ടി. പറയൂ റോമ. സുരാജേട്ടാ, ഞാൻ ഭയങ്കര കാഷ്വൽ റെസൊല്യൂഷൻ ആണ് എടുക്കാൻ പോവാ. നമ്മളിപ്പോ നമ്മുടെ ബോഡിയാണ് മെയിൻ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഹെൽത്ത് ഇസ് വെൽത്ത് ഉണ്ടാവുമ്പോ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം. ഹെൽത്തി ആയിട്ട് നമ്മുടെ വാട്ട് എവർ കൺസ്യൂം ഓൾ ഹെൽത്തി ഫുഡ് സ്റ്റഫ് അല്ലേ? അപ്പൊ ഭയങ്കര ടഫാ. അത് ടഫ് ഒന്നുമില്ല. സുരാജേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബീഫ് കഴിക്കണം, ചിക്കൻ കഴിക്കണം, കേക്ക് കഴിക്കണം, ഇങ്ങനെ പോലെ തിങ്സ് കഴിച്ചാൽ ഫുഡ് എല്ലാം ഹെൽത്ത് എല്ലാം ഭയങ്കര നന്നായിട്ട് ഉണ്ടാവും. നമ്മുടെ സുരാജ് അവരാണ് പറഞ്ഞു തന്നത്. അല്ലേ? നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കാം. പരസ്പരം ഒരു വിദ്വേഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതാണെങ്കിൽ വേറെ ഒരു പ്രശ്നമല്ല. സുഖമായിട്ട് നന്നായിട്ട് ചിരിക്കാനും ചിരിക്കുന്നവരുമായിട്ട് സഹവസിക്കാനുമുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പകുതി ആരോഗ്യ പ്രശ്നം തീരും. നല്ല രീതിയിൽ ചിന്തിക്കാം, നല്ല രീതിയിൽ പ്രവർത്തിക്കാം. അതായത് നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല രീതിയിൽ ചിരിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ന്യൂ ഇയർ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗാനത്തിലേക്ക് പോവാം. നമ്മുടെ ദീദിയുടെ न मैं जाना जो भी तुमने मुझसे कहा है सेन्योरिटा, मगर फिर भी न जाने क्यों मुझे सुन के अच्छा लगा है सेन्योरिटा. No debí la mirada, hey!
मुझको बाहों में तुम घेरो समझी ना सेन्योरिटा चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या तो पल को तो आओ हो जाए भूले हम होता गम है क्या señorita suno suno señorita que te no te brilla la mirada que va a pasar de mí मुझको बाहों में तुम घेरो समझीना señorita चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या दो पल को तो आओ हो जाए भूले हम होता गम है क्या चाहत के दो पल भी मिल पाए दुनिया में ये भी कम है क्या दो पल को तो आओ हो जाए भूले हम होता गम है क्या वो आई 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 ये मवता तेरा 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 मवता तेरा तेरा मरपा तेरा 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 ഇനി ഒരു ദീദിയും കൂടെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണ്. ദീദിയാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ദാ വന്നു. ഇതാരാ അയ്യോ നിഷ ഉതുപ്പ് മൈ ഗുഡ്നസ് ഞാൻ ദീദിയുടെ ഒരു ആരാധികയാണ്. ദീദിയെ പോലെ ഇങ്ങനെ സാരി ഉടുക്കും, ദീദിയെ പോലെ ആടും ചാടും, എല്ലാം ഞാൻ ദീദിയെ പോലെ ചെയ്യുള്ളൂ. ദീദിയെ പോലെ പാട്ട് പാടുവോ? ദീദിയെ പോലെ പാട്ട് പാടത്തില്ല. അതെന്താ? അയ്യോ, പണ്ട് ഞാൻ പാട്ട് പാടിയതാ. അതാ വനിതാ കമ്മീഷൻ വന്ന് അറസ്റ്റ് ചെയ്തോണ്ടങ്ങ് പോയി. അതെന്തിനാ അങ്ങനെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടിയപ്പോ നാട്ടുകാരും പോലീസുകാരും ഓർത്ത് എന്നാന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നെ എടുത്തിട്ട് അരിച്ചിട്ട് ഞാൻ കിടന്ന് കരയുവാന്നാ ഓർത്ത്. അപ്പൊ അത് ഏത് പാട്ടാണാവോ പാടിയത്? ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ അടിച്ച് ഇല്ലാതാക്കിയെന്നായിരിക്കും അതിന്റെ അർത്ഥം. ഓക്കെ, കുടുംബമൊക്കെ എങ്ങനെയാ? കുടുംബമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീദിയെ പോലെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ കാത്തിരുന്ന് ഉതുപ്പെന്ന് പറഞ്ഞ ഒരാളെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അവസാനം പുതപ്പ് വിൽക്കാൻ വന്ന ശശിക്ക് ഞാൻ ഉതുപ്പെന്ന് പേരിട്ട് ഞാൻ കല്യാണം കഴിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി കേട്ടോ. ആണോ? ഒരു മോന്. അതിന്റെ പേരെന്താ? അവനെ ഞാൻ വിളിക്കാൻ വേണ്ട. മോനെ ഓടി വാടാ, ഓടി വാ. ഇതാരാന്ന് മനസ്സിലായോ? ആരാ? ഇത് ഉഷ ഉതുപ്പ്, ദീദി. ദീദി എടാ, ഉഷ ഉടുപ്പെന്നല്ല, ഉഷ ഉടുപ്പ്, പോപ്പ് ഗായിക. ആന്റിയാ ആന്റിയാ. ഞാൻ മലയാളത്തിൽ അമ്മായി. മാഡത്തിന്റെ പാട്ട് പാടിപ്പിച്ച് ഉറക്കത്തുള്ളായിരുന്നു ഞാൻ. ഏത് പാട്ടാ പാടുന്നത്? ഇവന്റെ മാഡത്തിന്റെ ഒരു പാട്ടിലുണ്ടല്ലോ, വാവേ. അതൊന്ന് പാടാങ്കി ഉറങ്ങുന്ന കാണിക്കാം. ശരി, ദീദി അത് പാടും. വാവേ, ഇയാൾ ഉറങ്ങൂല്ലെന്നൊന്ന് അറിയണമല്ലോ. മകനേ തിരുനാളിൻ മകനേ വാവേ മകനേ തിരുനാളിൻ മകനേ. അതിനകത്ത് ആ ദീതർക്കട വെച്ചോ പകച്ചു പോയി എന്റെ കൊച്ചിന്റെ ബാല്യം. എങ്ങനെയുണ്ട് ദീദി? സൂപ്പർ സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദീദി, നമ്മുടെ 150ാമത്തെ എപ്പിസോഡിന്റെ ഒരു ആഘോഷം കൂടിയാണ് ദാ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ആഘോഷത്തിന് ഇനി 2 വ്യക്തികളെ കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ അരുൺ ഗോപൻ, അഞ്ജു ജോസഫ്. அப்படியே சேஞ்ச் ஆயிட்டு பெரியவராயிட்டு. ஹாய், അപ്പോൾ so lovely to see you. ഇനി ആ കർമ്മത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. ഈ 150 എപ്പിസോഡ് പ്രേക്ഷകർ എത്തിച്ചു. ഒരുപാട് പ്രോത്സാഹനം കിട്ടി. ആ പ്രോത്സാഹനത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ആ ഒരു ആഘോഷം, ഒരു കേക്ക് കട്ട് ചെയ്യണം. അത് ദീദിയും നമ്മളെല്ലാവരും കൂടെ ചേർന്ന്.
നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 150 എപ്പിസോഡ് തികഞ്ഞിരിക്കുകയാണ്, പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടിയാണ്. താങ്ക് യു. ഇതിൻ്റെ ഈ കോമഡി സൂപ്പർ നൈറ്റിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും കലാകാരിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. DOP ആദ്യമായി ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് നോക്കണ്ടേ? അവസാനം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം അനൂപ് ജോർജ്. 150 എപ്പിസോഡുകൾ ആഘോഷിക്കുന്ന കോമഡി സൂപ്പർ നൈറ്റിന് ഇന്ന് 150 എപ്പിസോഡ് വരെ എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നന്ദി. അനൂപിനൊരു സ്പെഷ്യൽ കയ്യടി എല്ലാവരും. കോമ്പേരായ നമ്മുടെ ഒന്നാം തരം സിനിമാ നടൻ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു all of you. 150 episodes. இது வந்து பெரிய big achievement. இந்த மாதிரி achievement வரதுக்கு we need people like this. Give good content. இந்த மாதிரி show, my goodness, comedy super duper nice. Wow, thank you. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പാട്ട് റെഡി. Let's go. कौमे पुदीना देखा नाक नकीना देखा चिकनी चमेली देखी चिकना कमीना देखा चांद जिगर होके चीट किया तो सारे तारे बोले गिली गिली यक्का पपरा परा पपरा परा पपरा परा 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 पपरा परा पपरा परा पपरा परा परा परा. मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेके आलू बात पूरी बात मेरे बीच किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का पपरा परा पपरा परा पपरा परा 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 पपरा परा पपरा परा पपरा परा. इस पे भूत कोई चढ़ा है डरना जानना अब तो क्या बुरा क्या भला है फर्क पहचानना सिर पकड़ के खड़ा है कम वक्त छोड़ना जानना. बदतमीज दिल बदतमीज दिल बदतमीज दिल मानेना मानेना बदतमीज दिल बदतमीज दिल बदतमीज दिल मानेना मानेना. ये जो हाल है सवाल है कमाल है जानना जानना बदतमीज दिल बदतमीज दिल बदतमीज दिल मानेना. Ladies and gentlemen, it happens only on Flowers. Comedy super nice. हवा में हवा ना देखा दिन का फलाना देखा सीन का शिकार करके शेख का घुराना देखा पूरी दुनिया का गोल गोल चक्कर लेके मैंने दुनिया को मारा भटका परा 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 परा. बॉलीवुड हॉलीवुड वेरी वेरी जॉलीवुड राय के पहाड़ पर 3 फुटा लिलीपुट मेरे पीछे किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का. अय्या के वन वे से खुद को मोड़ना जानना कंबल बेवजह है शर्म का ओढ़ना जानना सिर पकड़ के गड़ा है कम वक्त छोड़ना जानना. बदतमीज दिल बदतमीज दिल बदतमीज दिल मानेना मानेना बदतमीज दिल बदतमीज दिल बदतमीज दिल मानेना. सारे चांद तारे बन गए हैं डिस्को लाइट्स चल के बुझा के हमको बुला के कह रही है बारी गो लाइट नाता बेचती दिल लगी से छोड़ना जानना आने वाले कल की फिक्र से छोड़ना जानना सिर पकड़
करके खड़ा है कम्बक छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना ये जो हाल है सवाल है कमाल है जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना The fabulous Swaraj. Hey! Ashwati, Deepika, Maru, Roma, Stephen. This is a song of the superstar Rajinikanth. But I'm going to dedicate this song to Comedy Super Nights. It happens only on Flowers. Comedy Super Night. जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के पूछो तो थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के all the Rajani fans don't miss the chance all the Rajani fans don't miss the chance. Do this. Lungi dance, 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 lungi dance. इसको देखना ये गाना बजेगा on the floor आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा इसको में जब ये गाना बजेगा on the floor आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा all the Rajani fans Talaivar don't miss that chance Talaivar all the Rajani fans Talaivar don't miss that chance lungi dance 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 அப்படி போடுங்க. lungi dance 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 ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നന്മകൾ മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഹാപ്പി ന്യൂ ഇയർ.